നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു വിഷയത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു പ്രേക്ഷകന്റെ സംശയത്തിന് മറുപടി എന്നുള്ള നിലയിലാണ് ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കുന്നത്. ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദാനം ഏതാണ് എന്നൊരു ചോദ്യമുണ്ടായി. ജാതകവശാൽ ശനി മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ശനിദോഷങ്ങൾ നമ്മളെ ബാധിക്കുക. ശനിദോഷങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് ഞാൻ നിരവധി വീഡിയോകളിലൂടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തന വിരസത കാരണം അതൊന്നും എടുത്തു പറയുന്നില്ല. ശനിദോഷങ്ങൾ അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് നാം ശനീശ്വര പ്രീതിയുടെ കാര്യം ചിന്തിക്കുന്നത്. ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായിട്ട് നാം വിശ്വസിച്ചു വരുന്നത് എള്ളിന്റെ പ്രയോഗത്തെയാണ്. എള്ളും ചോറും കലർത്തി കാക്കയ്ക്ക് ചോറ് വേവിച്ചു കൊടുക്കുന്നത് ശനിദോഷത്തെ ഇല്ലാതാക്കും, പിതൃപ്രീതിക്ക് ഗുണകരമാണ് എന്നൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. കൂടാതെ വൃദ്ധജനങ്ങൾക്ക് വസ്ത്രം നൽകുന്നതും ശനീശ്വര പ്രീതിക്ക് അനുഗ്രഹമാണ്. അതേപോലെ വൃദ്ധജനങ്ങൾക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുമൊക്കെ അന്നദാനം നടത്തുന്നതും ശനിപ്രീതിക്ക് ഉത്തമമാണ്. എന്നാൽ ശനിപ്രീതിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ലാൽ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് പാവങ്ങൾക്ക് കറുത്ത കുട ദാനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂൾ അവധിക്കാലമാണ്, സ്കൂൾ തുറക്കാനുള്ള സമയമാകുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലും മറ്റും പോകാനായിട്ട് കുട ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ലാൽ കിതാബിൽ പറഞ്ഞിട്ടുള്ള ഈ ദാനത്തെ അനുവർത്തിച്ചുകൊണ്ട് നമുക്ക് ശനിപ്രീതി വരുത്താവുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് കുട്ടികൾക്ക് കുട ദാനം ചെയ്യുക. അത് ശനിയുടെ പ്രീതി നേടാൻ നിങ്ങളെ സഹായിക്കും. ഏഴരശനി, കണ്ടകശനി, ശനിയുടെ ദശാപഹാരകാലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളവർ നിർബന്ധമായിട്ടും ഈ കർമ്മത്തെ ചെയ്യുക. അത് വിശേഷ ഗുണത്തെ നൽകും. കുട നൽകുന്നത് തണലാണ്, മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണമാണ്. അങ്ങനെ കുട ദാനം ചെയ്യുക വഴി ആ ദാനം ചെയ്യുന്ന വ്യക്തിയെ ശനി ഭഗവാൻ ഏത് പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കും എന്നാണ് വിശ്വാസം. ഇങ്ങനെ ദാനം ചെയ്യുന്ന വ്യക്തിയെ മറ്റുള്ളവർക്ക് മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണമേകുന്ന പ്രയോജനകരമായിട്ടുള്ള ദാനം ചെയ്യുന്ന വ്യക്തിയെ ശനി ഭഗവാനും സംരക്ഷിക്കുമെന്നാണ്. അവർക്ക് എപ്രകാരമാണോ തണൽ നൽകിയത് അതേപോലെ തന്നെ ശനി ആ ദാനം ചെയ്യുന്ന വ്യക്തികൾക്ക് തണൽ നൽകും. അത്തരത്തിലുള്ള ദാനം ശനീശ്വരനെ കൂടുതൽ സംതൃപ്തനാക്കും. അതുകൊണ്ട് തന്നെയാണ് കുടദാനം എന്നുള്ളത് ഏറ്റവും ഉത്തമ വിശേഷപ്പെട്ട ദാനങ്ങളിൽ ഒന്നായി കരുതപ്പെട്ടിരിക്കുന്നത്. ലാൽ കിതാബിൽ പറഞ്ഞിട്ടുള്ള ഈ കുടദാനത്തെ നിങ്ങളുടെ കഴിവിനൊത്ത രീതിയിൽ ചെയ്യുക. അത് ഒട്ടേറെ പേർക്ക് തണൽ നൽകുന്നതാണ്, ആശ്വാസമേകുന്നതാണ്. അതുവഴി നിങ്ങൾക്കും ശനിയുടെ ദുരിതങ്ങളിൽ നിന്ന് തണൽ ലഭിക്കുകയും ശനിയുടെ അനുഗ്രഹ വർഷം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.